ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സമയം 3:59. ഇന്നലെ കിടന്നപ്പം കുറച്ച് ലേറ്റായി. നമ്മളൊരു 4:30 റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി റെഡിയാണ്. നമ്മൾ വൈകിട്ട് ചെയിൻ ലൂവൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം വാൽപ്പാറ കുറേ നാളുകൾക്ക് ശേഷം വാൽപ്പാറ റൈഡ്. അതിൻ്റേതായ ഒരു എക്സൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളൊരു സുഹൃത്തുണ്ട് കൂടെ. ഒരു 4:30 ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. അതാണ് പ്ലാൻ. ബാക്കിയൊരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അതാണ് സൗണ്ട്. പിന്നെ സമയം 4:30 ആയതുകൊണ്ട് നമുക്ക് ഉറക്കനെ സംസാരിക്കുന്നതിലൊരു പരിധിയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. വന്നപ്പോൾ വൺ ഡേ ആയതുകൊണ്ട് നമുക്കധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയൊരു നമ്മളൊന്ന് പ്രാവശ്യം ടാങ്ക് ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഒരു വൺ ഡേ റൈഡ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഒരു 10 മണിക്കൊക്കെ, അല്ലെങ്കിൽ 8 മണി 9 മണിക്ക് അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് കയറണം. അപ്പോൾ മോർണിംഗ് കാഴ്ചകളൊക്കെ കാണണം. എന്തെങ്കിലും അനിമൽസിൻ്റെ സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കിട്ടാൻ വേണ്ടിയാണ് രാവിലെ തന്നെ കയറാനുള്ള ശ്രമം. അതേപോലെ നമ്മളിന്നൊരു ഉച്ചയോടുകൂടി വാൽപ്പാറ എത്തിയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വൈകിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഒരു 10-11 മണിയോടെ റിട്ടേൺ എത്താൻ ഉള്ള പ്ലാനാണ്. അത് എത്രത്തോളം സക്സസ് ആവുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എന്തായാലും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വണ്ടിയിലൊന്ന് ലഗേജ് ടൈ ചെയ്യണം. ലഗേജ് എന്ന് പറയാൻ കുറേ മാത്രമില്ല, നമ്മൾ ടാങ്ക് ബാക്കിലൊന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അങ്ങനെ നമ്മളെ ടാങ്ക് ബാഗ് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം അത് അവിടെ വെക്കണമെങ്കിൽ കുറച്ചുകൂടി ഈസി നമുക്കിതിൽ വെക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഓക്കെ. പോയിട്ട് അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ടാവാണ്. സമയം 4:30 കറക്റ്റാട്ടോ. നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ മെയിൻ റോഡിലേക്ക് റൈഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ വന്ന് കയറി കേട്ടോ. ഇനി നമ്മളെ സുഹൃത്ത് നൻപൻ അവന് പിക്ക് ചെയ്യണം. അപ്പോൾ അവൻ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കണത്. അപ്പം നമ്മൾ അവനവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അപ്പോൾ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം മോർണിംഗിൽ ആ റൈഡിന് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് എനർജി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ റൈഡ്സിനൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളല്ല ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. നമ്മൾ പുതിയ മെഷീൻ എടുത്തൊരു എക്സൈറ്റഡ് ഉണ്ട്. അപ്പം
ഇനി എങ്ങനെയൊക്കെയുണ്ട് ഇവൻ്റെ പെർഫോമൻസ്, കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഡ്രോബാക്ക്, എന്തൊക്കെയാണ് പ്ലസ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഷോർട്ട് റൈഡിൽ അല്ലെങ്കിൽ ഒരു 1 ഡേ റൈഡിൽ നമുക്കറിയാൻ പറ്റും. ഫൈവ് 4:48 ആയിട്ടേ ഉള്ളൂ. റോഡിൽ അത്യാവശ്യം വണ്ടികളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ്. യെസ്, ഓഫ് കോഴ്സ് ഇവിടെ നിന്ന് നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാം. ഇവിടെ HP 90 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പവറാണ് അടിക്കുന്നത്, അപ്പം HP നിന്ന് അടിക്കാം. ഇട്ടോ തണുക്കൂല്ലേ? നല്ല തണുപ്പുണ്ടോ? കയറ്. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റായിട്ടതേ ഫുൾ ടാങ്ക് അടിച്ചു. ഏകദേശം 300 കിലോമീറ്ററോളം ഓടും. പോവാ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ബൈപ്പാസ് റോഡാട്ടോ. ചെറിയൊരു കോടൊക്കെ ഉണ്ട്. പൂച്ച വട്ടം വെച്ചു. യെസ്, ബൈപ്പാസിലുള്ള ദേവീക്ഷേത്രമാണ് ഞങ്ങളെ. ഭഗവതി ക്ഷേത്രമാണ്. എന്തായാലും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഏത് റൈഡിന് ഇറങ്ങുമ്പോഴും നമ്മളെ പോയ പോലെ തിരിച്ചെത്തിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാ റൈഡും സ്റ്റാർട്ട് ചെയ്യുക. ഹൈവേ കയറുകയാണ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, റൈഡ് മോഡിലോട്ട് ക്ലച്ച് പിടിച്ച് ഗിയർ മാറ്റിയിട്ടുണ്ട് നമ്മൾ ആ ഒരു വൈബിലോട്ട്. എന്തായാലും നമ്മളൊരു 70-80 മാക്സിമം പോയാണ് 90. അതിന് മേലോട്ടൊന്നും ക്രോസ് ചെയ്യാനുള്ളൊരു സർവീസ് കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മളധികം RPM കയറ്റി ഓടിക്കുന്നില്ല. നമ്മൾ 90 മാക്സിമം, ഒരു 5000 RPM താഴെ നമ്മൾ വണ്ടി ഓടിക്കണുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിയുന്നവരെ നമ്മളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കുറ്റിപ്പുറം പഴയ പാലം, പഴയ പാലം എൻ്റർ ചെയ്തു. നമ്മുടെ മിനി പമ്പ. ഇപ്പോൾ ശബരിമലയ്ക്കൊക്കെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, കുറേ വണ്ടികൾ ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ കയറിയിട്ടാണ്. ഇത് മിനി പമ്പ എന്നാണ് ഇവിടെ അറിയപ്പെടുക കേട്ടോ. ഈ പാലത്തിന് തൊട്ടു എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അമ്പലമുണ്ട്, ശിവക്ഷേത്രം. അപ്പോൾ ഇതാണ് മിനി പമ്പ. നമ്മളെന്തായാലും ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് കയറി എക്സിറ്റ് എടുത്തു. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മിനി പമ്പ കേട്ടോ, അമ്പലം.
അപ്പോൾ അങ്ങ് അവിടുന്ന് നേരെ തൃശ്ശൂർ. അതിൻ്റെ ഇടയിലൊരു ടീ ബ്രേക്ക് മസ്റ്റാണ്. നോക്കട്ടെ, നല്ലൊരു ചായക്കട കണ്ടാൽ നിർത്തണം. ഹായ്. അങ്ങനെ നമ്മളെ മുന്നിൽ കാണുന്ന വനിതാ ഹോട്ടൽ. ഇവിടെ നിന്നാട്ട് ഫുഡ് കഴിച്ചേ. പുട്ടും ബീഫും, രാവിലെ തന്നെ മസാല ദോശ, ചായ, അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇതാണ് ഹോട്ടൽ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഹോട്ടൽ വനിതാ ഹോട്ടൽ. ഫുഡും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ചായ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 6:55, 7 മണിയായി. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇത്തിരി ചൂടുവെള്ളം പിടിച്ചു ബോട്ടിലിൽ. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഏകദേശം നമ്മൾ പെരുമ്പിലാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് എടുക്കണം. റൂട്ട് അങ്ങനെയാണ്. പെരുമ്പിലാവിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഈ ബൈപ്പാസ് ഉണ്ട്. അപ്പം അതുവഴി അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് NH-ലോട്ട്. അപ്പോൾ ശബരിമല, തൃശ്ശൂർ, തിരുവനന്തപുരം പഴയ റോഡാണിത്. പഴയ തിരുവനന്തപുരം തൃശ്ശൂർ റോഡ്. അപ്പം വണ്ടികൾ കുറവാട്ടോ. കാരണം ആ റോഡുള്ളത് കൊണ്ട് നമുക്ക് ഈ റോഡിൽ വളരെയധികം വണ്ടികൾ കുറവാണ്. അപ്പം റൈഡ് പോകുന്നവർ, ബൈക്കിൽ റൈഡ് പോകുന്നവർ, അതേപോലെ നമ്മളൊന്ന് ഒരു യാത്ര അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒന്നും കൂടി പീസായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് സെലക്ട് ചെയ്യണം. ഒന്നും കൂടി അടിപൊളി. എനിക്ക് ഒന്നും കൂടിയും വണ്ടികളും കുറവായതുകൊണ്ട് ഒന്നും കൂടി സുഖമായിട്ട് തോന്നുന്നുണ്ട്. ബൈക്ക് ഓടിക്കാനൊരു സുഖമുണ്ട്. നമുക്കൊരു 70-80 സ്പീഡിൽ ക്രൂസ് ചെയ്യാം. ആ ഒരു പഴയ പോലെ ആ ഒരു ഭയങ്കര റഷ് ഈ റോട്ടിലില്ല. കാരണം എറണാകുളം ട്രിവാൻഡ്രം പോകണവരെ കാർ റൂട്ട് പിടിക്കണോണ്ട് ഈ റോഡ് അത്യാവശ്യം ഒഴിഞ്ഞാട്ടാണ് കിടക്കണേ. ഹായ്. നല്ലൊരു സൺറൈസ്. അപ്പോൾ ഈ സൺറൈസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ വണ്ടി നിർത്തിയാട്ടാ. ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു അമ്പലമുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പം രാവിലത്തെ നല്ലൊരു സൺറൈസ് കിട്ടി. ഓ, സ്തുതി. ഗുഡ്. രക്ഷയില്ല. നല്ലൊരു വൈബ്. എന്തായാലും ആ സൺറൈസ് കണ്ടോ? ഓ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നല്ല ഭംഗി. ഇതിന് നമ്മൾ നേരെ കേച്ചേരി ചെന്ന് കയറും. ഇതിപ്പോൾ നമ്മൾ പെരുമ്പിലാവ് കഴിഞ്ഞതിന് ശേഷം കുന്നംകുളം എത്തുന്നതിന് മുന്നേ അക്കിക്കാവിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ കേച്ചേരി. അപ്പോൾ റോഡൊക്കെ കൂടെ അടിപൊളിയൊക്കെയാണ്. ഒരു രക്ഷയില്ല. നല്ല റോഡ് ആദ്യം ഭയങ്കര ചെറിയ റോഡായിരുന്നു. ഇപ്പം ഇതൊക്കെ വീതിയൊക്കെ കൂട്ടി നല്ല വണ്ടി ഓടിക്കാൻ നല്ലൊരു പുളിയൊക്കെ വെച്ചിട്ടുണ്ട് റോഡൊക്കെ. എന്തായാലും കണ്ടോ? സുവർണ്ണ ഇങ്ങനെ കാണണ്ടെന്നറിയില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നേരിട്ട് കാണാൻ. രക്ഷയില്ല. അങ്ങനെ സൂര്യൻ മറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട്. ഗൈസ്, നമ്മളങ്ങനെ തൃശ്ശൂർ ടൗൺ എത്തിയിരിക്കുക കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, നോർമൽ.
8 മണി നേരമായത് കൊണ്ടാകാം വലിയ റഷ് ഇല്ലാത്തത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിങ് പൂ പോലെയാണ് കേട്ടോ, നല്ല സുഖം. അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് ഉള്ളത് കൊണ്ടാണ് ഭയങ്കര സ്മൂത്താട്ടോ. ഡൗൺ ചെയ്യാനാണെങ്കിലും എല്ലാം ഭയങ്കര സ്മൂത്ത്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശബരിമല പാലക്കാട് നമ്മൾ നേരെ കേട്ടോ, ശബരിമല റൂട്ട്. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേയിലോട്ട് എൻ്റർ ആയിരിക്കുകയാണ്. തൃശ്ശൂർ ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് ചാലക്കുടി എത്തുന്ന വരെ നാഷണൽ ഹൈവേ ആയിരിക്കും. ഒരു 1.5-2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോളും എത്തി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആട്ടോ ഇതുവരെയുള്ള റൈഡിങ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അടിപൊളിയായിട്ട് നല്ലൊരു റൈഡിങ് കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന സ്ഥലം വാൽപ്പാറ, അതിരപ്പള്ളി, വായച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ, അവിടെ നിന്ന് പൊള്ളാച്ചി, ആലിയാറ്, പൊള്ളാച്ചി, പാലക്കാട്, മലപ്പുറം. ഇതാണ് നമ്മളെ റൂട്ട്. ഇപ്പോൾ വാൽപ്പാറ എത്ര പോയാലും മതി വരാത്തൊരു സ്ഥലമാണ് കേട്ടോ വാൽപ്പാറ. ഞാൻ ഒരുപാട് വട്ടം ട്രാവൽ ചെയ്ത സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് റൈഡ് ചെയ്തൊരു സ്ഥലമാണ്. ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് റൈഡാണിത്. അപ്പോൾ നമുക്കൊരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ് വാൽപ്പാറ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്, എക്സൈറ്റഡുമാണ്. നമ്മൾ ഡക്കാത്തലോണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ അടുത്ത് മിസ്സായി. അതായത് അത് സ്ലോ മോഷനിലായി പോയി, ആകെ പണിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഇതേ അതിരപ്പള്ളി റൂട്ടിലോട്ട് ലെഫ്റ്റ് എടുത്ത് കയറണം കേട്ടോ, മലക്കപ്പാറ റൂട്ട്. വെൽക്കം മലക്കപ്പാറ അതിരപ്പള്ളി. അതെങ്ങനെ കൈ തട്ടി അവിടുന്ന് സ്ലോ മോഷനായിന്ന് അറിയത്തില്ല. എന്തായാലും ചെക്ക് ചെയ്ത് നന്നായി, അല്ലെങ്കിൽ പണി കിട്ടിയാനെ. ഭാഗ്യം. അവിടെ നിങ്ങളുടെ ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ് സൈഡിൽ കുട്ടികൾ പന്ത് കളി കിടക്കണം, ഫുട്ബോൾ. സൺഡേ അല്ലേ, സ്കൂൾ വണ്ടികളൊക്കെ ഉണ്ട്, സ്കൂളിൽ നിന്നാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ അതിരപ്പള്ളി ആ ഫോറസ്റ്റൊക്കെ കണ്ടു തുടങ്ങി. നമ്മളാ അതിരപ്പള്ളിയിലോട്ട് ഇങ്ങനെ എൻട്രി ആവുന്ന ഒരു ഇതാട്ടോ. അപ്പോൾ 2 സൈഡിലും കാടൊക്കെ ആയി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭംഗി തുടങ്ങുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. 2 വർഷം 1.5 വർഷം മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. എന്താണ് ഇനി ക്ലൈമറ്റ് ആൻഡ് മൂഡ്.
കരിക്ക് കുടിക്കണം. അപ്പം എന്തായാലും ഒരു കരിക്ക് കുടിക്കാം. ഭയങ്കര ഡീഹൈഡ്രേഷൻ. നോക്കട്ടെ. ചേട്ടാ 4 കരിക്ക് എത്രയാ? 60. എങ്ങനെയുണ്ട്? ചൂടത്ത് കുടിക്കാൻ എങ്ങനെയുണ്ട്? ക്യാമറയ്ക്ക് നോക്കിയിട്ട് പറയാം. കാണണ്ട? സൂപ്പറല്ലേ? ചൂടെങ്ങനെയുണ്ട്? എന്തായാലും ഞാനും കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയാലേക്ക് പോവാ. റബ്ബർ തോട്ടാണ് റൈറ്റ് സൈഡിൽ. നല്ലൊരു ഭംഗിയുണ്ട് ഈ അതിരപ്പള്ളി റൂട്ടിൽ വരുമ്പോൾ. കാരണം അധികം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലേനും. ഇതാണ് അതിരപ്പള്ളി പമ്പ് കേട്ടോ. ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം കയറാൻ. പിന്നെ നമുക്കൊരു 10-70 കിലോമീറ്ററോളം പമ്പില്ല. നമുക്ക് വാൽപ്പാറന്നേ പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം പോവാൻ. അതിന് സൺഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റഷൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. ചിലപ്പം ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള ആ വ്യൂ ഒന്ന് നോക്കാം. ബാ. ഇതുവരെ വന്നിട്ട് ഇവിടുന്നെങ്കിലും ഒന്ന് കാണാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് അത്ര ഗുഡ് അല്ലല്ലോ. രക്ഷയില്ല. താഴത്തെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. വെള്ളം അത്രയല്ല, മഴക്കാലമല്ലല്ലോ, അപ്പം അതിൻ്റേതായ മഴക്കാലം അല്ലാത്തതുകൊണ്ട് കുറച്ചേരം നമ്മളിവിടെ വായി നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി എടുത്തു. സമയം 12:15. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡിലാണ്. ഒരു ഫ്രണ്ടേജ് കവാടൊക്കെ പൊളിച്ചു കേട്ടോ. പഴയ മോഡലല്ല, ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിലാട്ടോ. നമ്മളിവിടെ എഴുതി കൊടുക്കണം കേട്ടോ. വാൽപ്പാറ. വാൽപ്പാറ. സുജിത്ത്. ഇല്ല.
നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. കാരണം ചെക്ക് പോസ്റ്റ് എൻട്രി ഇല്ല. നമ്മളോട് പേരും വണ്ടി നമ്പറും കൊടുക്കുക. ദാറ്റ്സ് ഓൾ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഇതൊന്ന് കാണിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലം. നല്ല വൈബുണ്ട് കാണാൻ. രക്ഷയില്ല. മനസ്സിലല്ലേ? സമയം 1 മണി, കറക്റ്റ് 1 മണി. എന്തായാലും 2 മണിക്കൂർ നമുക്ക് ഫോറസ്റ്റ് കൂടി റണ്ണിങ് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 മണിക്ക് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തും എന്ന് വിചാരിക്കാം. അങ്കണവാടി. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഡാമാണ് തോന്നുന്നു കേട്ടോ. വെള്ളമുണ്ട്, ചെറിയൊരു ലെവലിൽ വെള്ളമുണ്ട്. അതെ, വണ്ടി ഒക്കെ നിർത്തി ഇറങ്ങിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളങ്ങനെയാണല്ലോ, എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതാണല്ലോ ചെയ്യത്തുള്ളൂ. എൻ്റെ റൈറ്റ് സൈഡിലൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ തീയിട്ടതാണ്. ഇവരെന്നെ തീയിട്ടിട്ട് അത് കത്തിച്ച് കളയുന്നതാണ്. രക്ഷയില്ല. ചാലക്കുടി പുഴ ആയിരിക്കും. ബോർഡൊന്നും ഞാൻ കണ്ടില്ല. നല്ല രസമുണ്ട് കാണാൻ, ഗുഡ് ഫീൽ. ഇവിടെ ആരും നിർത്തി ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി വാച്ചർമാർ നിർത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റിലെത്തിട്ടോ. ഷോളയാർ ഡാം ഇവിടുന്ന് കാണാം. അവിടെയാണ് ഡാം. നമുക്ക് ഇവിടുന്ന് ഭയങ്കര നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. 21 കിലോമീറ്റർ മലക്കപ്പാറ. എന്തായാലും നമുക്കിവിടെ വണ്ടി എടുത്തിട്ട് കാണാം.
താഴത്ത് ഷോളയാർ ഡാം താഴത്ത് ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ടല്ലോ. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് വാട്ടർഫോൾസ്. അടിപൊളി നല്ല വ്യൂ. അങ്ങനെ നമ്മൾ കാടും മലയും കാടും ചുരവും കടന്ന് ദേ മലക്കപ്പാറ റീച്ചായി. ഒരു ചെറിയ ടൗണൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല. വീഡിയോ ഓണായി, പക്ഷെ മൈക്ക് കണ്ടിട്ടായില്ല, അതാണ് പ്രശ്നം. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഇനിയിപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ താഴത്തുനിന്ന് അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് തന്നൊരു പേപ്പറുണ്ട്, അതിവിടെ കാണിച്ചിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാം. അതാ ചെക്ക് പോസ്റ്റ് കാണുന്നു. നമ്മൾ പേപ്പർ കൂടെ കൊടുത്ത് മലക്കപ്പാറ. നമ്മൾ മലക്കപ്പാറ എത്തി. കാട്ടുകൂടിയുള്ളൊരു യാത്ര ഒരു നല്ല അനുഭവം കേട്ടോ. അതായത് ഒരു 50 കിലോമീറ്റർ പോയ സമയം അറിഞ്ഞില്ല. ചെറിയ റോഡായതുകൊണ്ട്, എന്നാലും റോഡൊക്കെ അടിപൊളിയാക്കി. പണ്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ, അതായത് 2 വർഷം മുന്നൊക്കെ വളരെ മോശമായിരുന്നു. റോഡൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഇടാലോ വണ്ടി. അവിടെ ഹോട്ടല്, അവിടെ നിന്ന് കഴിക്കേ. എന്തായാലും നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. വാഷ് എന്താ കഴിക്കാനുള്ളത്?
അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി. ഫുഡ് കഴിക്കാൻ കയറി. സംഭവം ക്യാമറ ഓഫായി. ആക്ഷൻ ക്യാമറ ഓഫായി. ഫോണിൽ ചാർജില്ല. ആകെ കൂടി പ്രോബ്ലംസ്. അതുകൊണ്ട് ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമ്മളവിടെ ഒരു ഏകദേശം ഒരു 1.5 hours നമ്മൾ സ്പെൻഡ് ചെയ്തു. ഫോൺ ചാർജ് ചെയ്തു, ബാറ്ററി ചാർജ് ചെയ്തു, ക്യാമറ ബാറ്ററി ചാർജ് ചെയ്തു, എവറിത്തിങ് ഓക്കെ. എന്നിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ സമയം 4:17. ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് മലക്കപ്പാറ ആ ഹോട്ടലും അവിടെയും ചിലവഴിക്കേണ്ടി വന്നു. എന്തായാലും നമുക്കിനി നേരെ ചെക്ക് പോസ്റ്റ് പോവാം. ചെക്ക് പോസ്റ്റ് പോയിട്ട് നമുക്ക് ഇ പാസ് കാണിച്ചിട്ട് പോവാം. ഇ പാസ് കാണിക്കാൻ പറഞ്ഞോ? കിട്ടിയില്ലേ? എൻ്റെ ഒന്ന് കാണിക്ക്. ആ ഫോണിലുണ്ടല്ലോ ഫോട്ടോ, ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇതാ ഇപ്പോൾ നമ്മൾ ഇ പാസ് കാണിച്ചു കൊടുത്തിട്ടോ. ചെറിയ ഫോർമാലിറ്റി ഒന്നുമില്ല, ഒരു ചെറിയ ഫോർമാലിറ്റി. കാമിച്ചാങ്കേ ആ അങ്ങനെ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്തു. പിന്നെ തമിഴ്നാട്ടിൽ ഇവിടുന്ന് ഏകദേശം വാൽപ്പാറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഏകദേശം 27-30 കിലോമീറ്റർ ഉണ്ടാവാനാണ് ചാൻസ്. 10-30 കിലോമീറ്റർ കാണും എന്തായാലും. സമയം 4:30. നമുക്ക് ഇതാണ് ഡാം. വെള്ളമില്ല കേട്ടോ ഇവിടെ. ആകെ വരണ്ട് പറ്റിയിരിക്കുന്നു. ഷോളയാർ ഡാം എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാൽപ്പാറ 23 കിലോമീറ്ററും പൊള്ളാച്ചിക്ക് 80 കിലോമീറ്ററാണ്.
ഇനി നമുക്ക് റിട്ടേൺ പോകാൻ പറ്റില്ല, കാരണം ആ നമ്മൾ രണ്ടാമത് കൊടുത്ത ചെക്ക് പോസ്റ്റ് ബൈക്കുകൾക്ക് 4 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ കാറ് മറ്റു വലിയ വണ്ടികളൊക്കെ 4 വീല് വണ്ടികളൊക്കെ 6 മണി വരെയും 2 വീലേഴ്സ് 4 മണി വരെയാണ് അലൗഡ്. അപ്പോൾ വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക, 4 മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അത് വാഴച്ചാലാണെങ്കിലും 4 മണിക്ക് അടയ്ക്കും 2 വീലേഴ്സിന്. അതുപോലെ ഇവിടുന്ന് റിട്ടേൺ പോവുകയാണെങ്കിൽ 4 മണിക്ക് ക്ലോസ് ചെയ്യും. കാരണം ആ ഫോറസ്റ്റ് എൻട്രി ചെക്ക് പോസ്റ്റ് 4 മണി വരെ ടു വീലേഴ്സിന് അലൗഡ് ഉള്ളൂ. 6 മണി വരെ പിന്നെ 4 വീലേഴ്സും വലിയ വണ്ടികളും അലൗഡാണ് കേട്ടോ. അതിപ്പം ഒരു ഇൻഫർമേഷനാണ്. ഷോളയാർ ഡാം ചിൽഡ്രൻ പാർക്ക്. വേണ്ട, ഇതാണ് ഷോളയാർ ഡാം. നോ പാർക്കിംഗ്. അറിയില്ല, ദേ വെള്ളം വളരെ കുറവാട്ടോ, തീരല്ല. അതുകൊണ്ട് നമ്മൾ താഴത്ത് നോക്കിയപ്പോൾ ഷട്ടറുകളൊക്കെ ഓപ്പണായി കണ്ടതേ പോലെ. എൻ്റെ റൈറ്റ് സൈഡിൽ ആ ഡാം ഇങ്ങനെ കിടക്കട്ടെ, ഒരു രക്ഷയില്ല. അത് കാണും നല്ല ഭംഗിയുണ്ട്. ഒരു ചെറിയ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് കാണുന്നുള്ളൂ. വെള്ളം അടിയിൽ മാത്രമേ ഉള്ളൂ. അതിൽ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വളർത്തുന്ന മീൻ പിടിക്കുന്ന പരിപാടിയാവും. ഈ ഇടതുഭാഗത്തൊക്കെ കുറേ ചെറിയ ചെറിയ വീടുകളുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ താമസിക്കാൻ അത്രത്തോളം സെറ്റപ്പാവോ ഇവിടെയുള്ളവർക്ക് ഇത് തന്നെ. അതായത് ഉദ്ദേശിച്ചത് ഇവിടെയുള്ള ആൾക്കാർ ഇതിനോടൊക്കെ ഭയങ്കര പൊരുത്തപ്പെട്ട് ഇവിടെ ജനിച്ചു വളർന്നവരാവും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അത് തേയിലത്തോട്ടങ്ങൾക്കൊക്കെ പച്ച കളറ്, ഒരു പച്ചപ്പ് കൂടി. നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ ഇത്ര പച്ചപ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹേയ് പറഞ്ഞല്ലേ പശുമ്പുണ്ടെന്ന്. പശു കണ്ടാ വീട്ടിൽ പോകാനാണെന്നോ, മേഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴേ വയറ് നല്ല ഫുഡൊക്കെ അടിച്ച് വീട്ടിലോട്ടുള്ള നടത്താം. ക്ലൈമറ്റ് അങ്ങോട്ട് ചേഞ്ചായി, വെയിലൊക്കെ പോയി. സമയം 5:45. വാൽപ്പാറ 9 കിലോമീറ്റർ. പിന്നെ 9 കിലോമീറ്റർ വാൽപ്പാറയ്ക്ക് ഉണ്ടല്ലേ.
പെട്രോൾ ഫില്ല് ചെയ്യണം. വാൽപ്പാറയിൽ നിന്ന് ഫില്ല് ചെയ്യാം അതോ പൊള്ളാച്ചി എത്തിയിട്ട് അടിക്കണോ എന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ടായിട്ടിരിക്കണേ. നോക്കട്ടെ. ഇപ്പോൾ റേഞ്ചിൽ 180 കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊള്ളാച്ചിക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് നോക്കണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് അടിക്കണോ പൊള്ളാച്ചിയിൽ നിന്ന് അടിക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ. ഒരു വണ്ടിയില്ല കേട്ടോ. എത്ര നേരം ഓടിയിട്ട് ഓപ്പോസിറ്റ് ഒരു 1-2 വണ്ടികളല്ലാണ്ട് ബാക്കിൽ വണ്ടികളില്ല. ഫ്രണ്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ടും വണ്ടികളില്ല. വലിയൊരു മരം. ഓ, എന്തായാലും വാഴച്ചാലിൽ നിന്ന് ഇങ്ങോട്ട് മലക്കപ്പാറ എത്തുന്നവരെ, അത് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള റൂട്ടുണ്ടല്ലോ, പൊള്ളിയാണ്. നല്ല വൈബുണ്ട്. നമ്മളെ പോലുള്ള റൈഡേഴ്സിന് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാട്ടത്. വാൽപ്പാറ 6 കിലോമീറ്റർ, ഷോളയാർ ഡാം 15, ചാലക്കുടി 101, അതിരപ്പള്ളി 70. നമ്മളെന്തായാലും വാൽപ്പാറ പോയിട്ട് പൊള്ളാച്ചിയിലോട്ട് പോവാം. വാൽപ്പാറ ടൗൺ ടച്ച് ചെയ്തിട്ട്. സമയം 6:10. ഇരുട്ടായി. ഇരുട്ടല്ല, ഒരു ഇട്ട് വീണ് തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത വ്യൂ. റൈറ്റ് സൈഡിൽ ഇങ്ങനെ കണ്ടോ, പച്ച കളറിലിങ്ങനെ എന്താ പറയുക, ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ പോലെ ഉണ്ട്. അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഇല്ലേ, അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ. പക്ഷെ തേയിലത്തോട്ടാണേ ഫുള്ള്. നല്ല പച്ച തെളിർത്ത ഇലയാണ് തോന്നിട്ട്. അങ്ങനെ പുതിയത് വരുന്ന ഇലയില്ലേ, അതിൻ്റെ ആ ഒരു കളറാണ് തോന്നുന്നു. ഭയങ്കര ഡാർക്ക് ഗ്രീൻ അല്ല എന്നാ. ഓ, പൊളി. വാൽപ്പാറ വാൽപ്പാറ 3 കിലോമീറ്റർ. അത് വേറെ ഇതെൻ്റെ റൈറ്റ് സൈഡിലൊരു തടാകം. എന്താണ് ഈ വെള്ളം കിട്ടിയ ബോട്ടൊക്കെ ഉണ്ടല്ലോ. നടുക്കൊരു മരം. എന്താണാവോ?
പൊള്ളാച്ചി 64, കോയമ്പത്തൂർ 104. പണ്ട് ഞാനിവിടെ വരുമ്പോഴുള്ള ആ ഒരു കുറച്ച് കാലം മുന്നേക്ക് വരുന്നൊരു ഓണമായിട്ടുള്ളൊരു ടൗൺ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ വളരെ കുറവുള്ളതുപോലൊരു ഫീല്. ഹായ്, സമയം 7 മണിയായി. നമ്മൾ വാൽപ്പാറ ടൗണിൽ നിന്ന് കൊണ്ട് വന്നിട്ട് ഒരു ചെറിയ ടീ ബ്രേക്ക്. ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് ഏകദേശം ആലിയാർ, പൊള്ളാച്ചി, പാലക്കാട്, മലപ്പുറം ആ റൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. അപ്പം ഇപ്പം തന്നെ ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത്തായി. അപ്പോൾ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പം ഇവിടെ നിന്ന് വീട്ടിലോട്ടുള്ള അടുത്ത വ്ളോഗ് എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് ആവും വരിക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ, സ്റ്റേ ട്യൂൺ. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെറിയൊരു ലൈക്ക് അടിക്കുക. അപ്പോൾ വേറെന്താ, അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.